ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ കെയറിങ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹം അവർക്ക് നൽകിയിട്ടുണ്ടെന്നും ഒരുപാട് കെയർ അവർക്ക് നൽകിയിട്ടുണ്ടെന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. നിങ്ങളിലേക്ക് അവർ കടന്നു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കൊടുത്ത മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റിനെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് കാണുമ്പോഴെല്ലാം നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വരുന്നതായി കാണുന്നു. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്ത് ഒരു ഔട്ട്സൈഡറെ പോലെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അവർക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. നിങ്ങൾ അവരോട് കുട്ടികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കൊരു കുട്ടി അവരിൽ നിന്നും വേണമെന്നോ അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ച് നിങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മിസ്സ് ചെയ്യുന്ന ഒരു എനർജി കൂടി വന്നിരിക്കുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബേർഡനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ബേർഡൻ എന്ന് നോക്കാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ബേർഡൻ വന്നിരിക്കുന്നത്. ഇവിടെ ബേർഡൻ വരാനുള്ള കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. ആ ഒരു ചീറ്റിംഗ് നിങ്ങൾ അറിഞ്ഞത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം. അവരിപ്പോൾ ഒരുപാട് മാനസിക വിഷമം, നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് ഇറങ്ങിപ്പോകേണ്ടതായി വന്നിരിക്കുന്നു. ഏതോ ഒരു കാര്യം അവർ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയാതെ ചെയ്ത ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിൽക്കാതെ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിലേക്ക് തിരിച്ചു വരുമോ. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സ്ട്രെങ്ത് അവർ എടുക്കുന്നുണ്ട്. വരാനുള്ള സാധ്യതയുണ്ടോ. ഇപ്പോൾ കാണുന്നില്ല.